അവർക്ക് നമ്മളെക്കാൾ ഈ വിഷയത്തിൽ ബോധമുണ്ടാകും. അവരെ മനസ്സ് എപ്പോഴും ഹജ്ജിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം യുസ്തഹബ്ബു അൻ യുശാവിറ മൻ യസിഖു ബിദീനിഹി വഖിബ്റതിഹി വഅമലിഹി ഫീ ഹജ്ജിഹി ഫീ ഹാദൽ വഖ്തി. ഒന്നാമതായി അവൻ മുശാവറ നടത്തണം. ആരോട്? മൻ യസിഖു ബിദീനിഹി, ദീൻ ഉറപ്പുള്ള ആളുകളോട്. അവനിൻ്റെ കയ്യിൽ ദീനുണ്ട്, സ്വലാഹിയത്തുണ്ട്, അത്തരം ആളുകളോട് മുശാവറ ചെയ്യണം. മുശാവറ ചെയ്താൽ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് പറഞ്ഞു കൊടുക്കുകയും വേണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. രണ്ടാമതായി പ്രധാനപ്പെട്ട കാര്യം അൽ ഇസ്തിഖാറ. അൽ ഇസ്തിഖാറത്തു, ഇസ്തിഖാറത്ത് നടത്തണം. ഏതൊരു അമൽ ചെയ്യുകയാണെങ്കിലും ഇസ്തിഖാറത്ത് നടത്തണം. ഖൈറിനെ തേടിയ പ്രാർത്ഥന 2 റക്അത്ത് നിസ്കരിച്ച് 2 റക്അത്ത് അല്ലാഹുമ്മ ഇന്നി അസ്തഖിറുക എന്ന് പറയുന്ന ബി ഇൽമിക എന്ന് തുടങ്ങുന്ന ദിക്റുണ്ട്. ഹാജിമാർക്കുള്ള ഗൈഡ് ഉണ്ടാവുമല്ലോ, പുസ്തകമല്ലേ, വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങണം, അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് വാങ്ങണം. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഖിറുക ബി ഇൽമിക വ ഖുദ്റതി വ അസ്തഖ്ദിറുക ബി ഖുദ്റതിക, അല്ലാഹുവേ നിൻ്റെ ഇൽമിനോട് ഞാനിതാ ഖൈറിനെ അന്വേഷിക്കുന്നു, നിൻ്റെ ഖുദ്റത്തിനോട് ഞാനിതാ ഖുദ്റത്തിനെയും ചോദിക്കുന്നു. അല്ലാഹുവേ നീ എനിക്ക് സൗകര്യപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യമായി അഹ്ലുദ്ദീനോട് മുശാവറ നടത്തി പോകണമെന്ന് ഏകദേശം എല്ലാവരും അഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? പിന്നെ പാസ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഒന്ന് ഇസ്തിഖാറത്ത്. ഏതൊരു ഖൈറായ കാര്യം ചെയ്യുകയാണെങ്കിലും ഖൈറിൻ്റെ വാതിൽ അല്ലാഹുവിൽ നിന്ന് തുറന്ന് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ശേഷമുള്ള ദുആ ചെയ്യണം. അതൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്ഥിരമായി ചെയ്തിരുന്നതാണ്. നമ്മുടെ ധാർഷ്ട്യമോ നമ്മുടെ അഹങ്കാരമോ നമ്മുടെ അമലിൻ്റെ പ്രഭയെ കെടുത്തിക്കളയും. അള്ളാഹു നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ റബ്ബിനോട് ഇസ്തിഖാറത്ത് ചെയ്യണം. ആരെങ്കിലും പാസ്പോർട്ട് കൊടുത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഈ കൂട്ടത്തിൽ. ഇനി ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ പുറപ്പെടുന്നതിന് മുമ്പ് എപ്പോഴും ഈ കാര്യം ചെയ്യാം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? നേരത്തെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം ഫൗത്തായി പോയിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റാതെയായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും ഈ കാര്യം ചെയ്യാവുന്നതാണ്. അതിന് രാത്രിയെ തിരഞ്ഞെടുക്കലാണ് നല്ലത്. ഇസ്തിഖാറത്തിനൊക്കെ നല്ലത് രാത്രിയെ തിരഞ്ഞെടുക്കലാണ്. പാതിരാത്രി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അല്ലാഹു തആല അവൻ്റെ ഖുദ്റത്തിൻ്റെ ഫയലാൻ രാത്രി പാതിരാത്രി കഴിഞ്ഞാൽ സമാഉദ്ദുന്യയുടെ താഴേക്ക് വിടും. ആർക്കും ആവശ്യക്കാർക്ക് അല്ലാഹു കൊടുക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പാതിരാത്രി കഴിഞ്ഞിട്ട് ഒന്ന് എണീറ്റിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോടൊക്കെ ചോദിക്കുക. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂനയും 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. ഇസ്തിഖാറത്ത് നമസ്കാരത്തിലും ഇനിയുള്ള നമസ്കാരങ്ങളിലൊക്കെ ഞാൻ പിന്നീട് പറയുകയും ചെയ്യാം, ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ദിക്റുണ്ട്. ആ ദിക്ർ വളരെ വ്യക്തമായി സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിക്ർ ചൊല്ലിയിട്ട് ചെല്ലുക. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. എന്നിട്ട് സലാം വീട്ട് 2 റക്അത്ത് ഇസ്തിഖാറത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്യുക. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇസ്തിഖാറത്തിൻ്റെ 2 റക്അത്ത് നമസ്കാരം അള്ളാഹു നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞ് ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂനെ, 2-ാമത്തെ ഫാത്തിഹ കഴിഞ്ഞാൽ ഇഖ്ലാസ് ഓതുക. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം ഇസ്തിഖാറത്തിൻ്റെ പ്രാർത്ഥന നടത്തുക. അഥവാ ഒരാൾക്ക് പ്രാർത്ഥനയുടെ ദിക്ർ അങ്ങനെ തന്നെ ചെല്ലാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. അവർക്ക് റബ്ബിലേക്ക് കൈയ്യട് പൊക്കിയാൽ മതി. അള്ളാഹു നമ്മുടേതാണ്, അള്ളാഹു നമ്മുടെ റബ്ബാണ്. ഒരു പേടിയും പേടിക്കണ്ട, ഒരാളും പേടിക്കണ്ട. ഒരാൾക്ക് അറബി വായിക്കാൻ കിട്ടില്ല എന്നുകൊണ്ടൊക്കെ അവൻ അധ്വാനിക്കണം. ഇനി കിട്ടിയിട്ടില്ലെങ്കിലും എന്തില്ല പേടിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒരു കാര്യം കൂടി സ്വാഭാവികമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. നാവ് കൊണ്ട് പറയൽ ഫർളായ ഒരു സംഗതിയും ഹജ്ജിൽ ഇല്ല, ഒന്നുമില്ല. ഒരു 40 ഹജ്ജിന് പോയാലും ഒരു കമ്മി ഉണ്ടാവില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറയൽ ഫർളല്ല, വാജിബല്ല, സുന്നത്താ. ഒരാക്കട് മനസ്സുകൊണ്ട് പറഞ്ഞാലും സുന്നത്തിൻ്റെ കടമ വീടും. ഒരു പേടിയും പേടിക്കണ്ട. എനിക്ക് വായിക്കാൻ കിട്ടില്ലെങ്കിലും പഠിക്കൽ അവൻ്റെ സർഫുൽ ഔഖാത്ത്, അവൻ്റെ സമയം അതിനവൻ വിനിയോഗിക്കണം. എന്നാലും അവന് കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല. അങ്ങനെ ചില ആളുകളുണ്ടാവും, ധനമൊക്കെ അവരെ കൈവശം ഉണ്ടാവും, പക്ഷേ അവർക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനോ ചെല്ലാനോ ഒന്നും കിട്ടൂല. അപ്പം പിന്നെ പഠിച്ചോന് ഞാൻ ഹജ്ജിന് പോയാൽ കുടുങ്ങുമല്ലോ എന്നവർ പേടി. ആ പേടിയേ വേണ്ട. അങ്ങനെ പറയൽ വാജിബായ ഒരു കാര്യവും ഹജ്ജിൽ ഇല്ല. ഒരു പേടിയും പേടിക്കണ്ട. ഹജ്ജിനെ പറ്റി പേടിക്കേ വേണ്ട, ഒരിക്കലും പേടിക്കണ്ട. ധൈര്യമായിട്ട് ഇരുന്നോളൂ.
ഒരു പേടിയും പേടിക്കണ്ട. അല്ലാഹു ഗഫൂറും റഹീമും വദൂദുമാണ്. അവൻ്റെ കാര്യത്തെ, ദീനിൻ്റെ കാര്യത്തെ അപ്പടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എന്നാൽ പഠിക്കണം, അത് ഞാൻ പിന്നീട് പറയാം. എങ്കിലും പേടിക്കൊന്നും വേണ്ട, വളരെ സഹലായി കാര്യങ്ങൾ അള്ളാഹു തആല നടത്തി തരുമാറാകട്ടെ. അപ്പോൾ 2 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1 ഇസ്തിഷാറത്ത്, 2 ഇസ്തിഖാറത്ത്. മൂന്നാമത്തെ കാര്യം അത്തൗബ. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട പണി ഇതാ. എന്ത്? തൗബ. ഇരിപ്പ് തന്നെ ചെയ്യണം. ഇത് ഞങ്ങളോട് കണിശമായി പറയാം. ഇത് വളരെ ചിന്തിക്കണം. ഒരു അമലിന് മുമ്പ് തൗബ ചെയ്തിരിക്കണം. അപ്പോഴേ ആ അമൽ അതിൻ്റെ സ്ഥലത്ത് സംഭവിക്കുകയുള്ളൂ. ഇത് ചെയ്യൂല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് തൗബ. ഇതിന് നാളെയാക്കരുത് തൗബ. ദുൽഹജ്ജ് 9 തുടങ്ങുന്നു തൗബ. ഹാജിയുടെ തൗബ എന്ന് തുടങ്ങണം? ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ ചെയ്യണം. പക്ഷേ ഹജ്ജുമായി ബന്ധപ്പെട്ട സുന്നത്താണ് എന്ത്? അവൻ ഹജ്ജിന്റെ ഖാസിദാകുമ്പോൾ തന്നെ അയ്യതൂബ മിൻ കുല്ലിൽ മആസി, എല്ലാ ദോഷങ്ങളിൽ നിന്നും അവൻ തൗബ ചെയ്തിരിക്കണം. അത് അവൻ്റെ അത്യാവശ്യമാണ്, പ്രധാനപ്പെട്ട നിബന്ധനയാണ്. നോക്കൂ. എന്താ ഈ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ? ഹാജിമാരെ, ഹജ്ജുമ്മമാരെ ശ്രദ്ധിക്കുക. തൗബ ചെയ്യുക എന്നാൽ ചിലപ്പോൾ 3 നിബന്ധനയോടെയും ചിലപ്പോൾ 4 നിബന്ധനയോടെയുമാകുന്നു. മനസ്സിലാവണില്ലേ പറഞ്ഞത്? തൗബയാണ് പ്രധാനം. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് തൗബയാണ്. ഇതിപ്പോൾ തന്നെ ചെയ്യണം, അത് പിന്നെ പറ്റില്ല. ഇപ്പം തന്നെ എല്ലാവരും ചെയ്യണം. എല്ലാവരും ഇത് ഇന്നത്തെ തന്നെ നിബന്ധനയാണ്, ഇന്നത്തെ തന്നെ പ്രധാനമാണ്, കടമയാണ്, കർത്തവ്യമാണ്. ഇന്ന് തന്നെ ചെയ്യണം. മനുഷ്യരോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇടപാടുകൾ അതിലുണ്ടെങ്കിൽ അതിന് 4 ഉണ്ട്. മറ്റേത് കാര്യത്തിനും 3 ഉണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും കൂടി പറയൂ, വേഗം ഒറ്റയടിക്ക് ഇപ്പം തീരണം. 1 ഇതാണ് 3 നിബന്ധന. 1 ചെയ്യുന്ന ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. പൂർണ്ണമായി ചെയ്യുന്ന ദോഷത്തിന് ഒഴിവാക്കുക. ഇത് പുസ്തകം നോക്കി പഠിച്ചാലേ ഹജ്ജിൻ്റെ അമലൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഹജ്ജ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അള്ളാഹുവിന് എതിരായി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തിനും ഇപ്പോൾ മുതൽ ഒഴിവാണ്. ഹജ്ജ് ആകാനൊക്കെ നിശ്ചയിച്ചു, എന്നാലും ദിവസം ഒരു 4 സീരിയലെങ്കിലും കാണും. എന്തിനാ മനുഷ്യന്മാരെ അവനാൻ്റെ മക്കളെ പൈസ വലിച്ചെറിയേണ്ട ആവശ്യം? അവനാൻ്റെ കുട്ടികൾക്ക് മിഠായി വാങ്ങി കൊടുത്തൂടെ? അല്ല, ഒന്നുമില്ലെങ്കിൽ ഒരു 4 കുട്ടികൾക്ക് 4 ഹോർലിക്സ് വാങ്ങിക്കൊടുത്താൽ എന്തൊരു കാര്യമാണ്. കുട്ടികളെ മരിക്കണത് വരെ ആ കയ്യിൻ്റെ മസിലെങ്കിലും ഒന്ന് കണ്ട് ജീവിച്ചൂടെ? മരിച്ചാൽ പിന്നെ ഒരു ഉപകാരം ഉണ്ടാവില്ല, അത് വേറെ വിഷയം. എന്നാൽ ഒരു 4 കുപ്പി ഹോർലിക്സ് എങ്കിലും ഭാര്യക്കും കുട്ടികൾക്കും വാങ്ങിക്കൊടുക്കുക. ചവനപ്രാശം കേട്ടിട്ടില്ല നിങ്ങൾ? ഭാര്യയ്ക്ക് ഒരു 10 കുപ്പി ചവനപ്രാശം വാങ്ങിക്കൊടുത്താൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് രാത്രി ഒന്ന് എണീക്ക് പെട്ടെന്നൊരു ചൂടുവെള്ളം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ വേദനയാണ്, പുറം വേദന, എണീക്കാൻ വയ്യാന്നെങ്കിലും അവൾ പറയില്ല. ഒരു 10 കുപ്പി ചവനപ്രാശമൊക്കെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്താൽ നല്ലതാണ്. മനസ്സിലായില്ല? അതിനേക്കാൾ എന്തിന് ഇങ്ങനെ പോകുന്ന ഹജ്ജിനേക്കാൾ ഈ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന ചവനപ്രാശം ഉപകരിക്കുന്ന എനിക്കറിയാം. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? എന്തുകൊണ്ട്? ഞാൻ പറയട്ടെ, 2 ആളെ ഞാൻ ഉദാഹരിക്കാം. 2 ആളെ പറയാം. ഒരാൾ എന്ത് ചെയ്തു? ഒരു അമലിന് പണം ചെലവാക്കാൻ തീരുമാനിച്ചു. ഒരാളാകട്ടെ സുഖത്തിന് വേണ്ടി പണം ചെലവാക്കാനും തീരുമാനിച്ചു. രണ്ടാളെ കയ്യിൽ ചൊവ്വാൽ 1-ന് 2 ലക്ഷം രൂപ കിട്ടി. ഒരാൾക്ക് 1 ലക്ഷം കിട്ടി, മറ്റേയാൾക്ക് 1 ലക്ഷം കിട്ടി. ഒരുത്തൻ പറഞ്ഞു, കുറേ കാലമായി ഞാൻ ഹജ്ജിന് പോകാൻ വിചാരിച്ചിട്ട് ഞാൻ ഈ കൊല്ലം ഈ 1 ലക്ഷം കൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കും, ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞു ഒരാൾ.